ബ്രേക്കിംഗ് അലാമായി നമുക്കൊപ്പം റോഷിപാലാണുള്ളത്. PV അൻവറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം റോഷിപാൽ ചേരുന്നുണ്ട്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. PV അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാർത്തയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ആ ബ്രേക്കിംഗ്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമാകുന്നു. KPCC അടിയന്തര യോഗം ചേരുന്നു. KPCC അധ്യക്ഷൻ KPCC രാഷ്ട്രീയകാര്യ സമിതിയുടെ അടിയന്തര യോഗം 12-ന് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. PV അൻവറിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതിയുടെ അടിയന്തര യോഗം ഈ മാസം 12-ന് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ചേരുന്നത്. ഏതായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അടക്കം ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ജനകീയയാത്രയിൽ പിന്നീട് തുടർന്നുണ്ടായ ചില സംഘർഷത്തിന് പിന്നാലെ PV അൻവർ MLA പോലീസ് അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ UDF-ന്റെ നേതാക്കൾ ഒന്നടങ്കം അൻവറിനെ അനുകൂലിച്ച് രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് PV അൻവറിന്റെ UDF പ്രവേശനത്തിന് കളമൊരുങ്ങുന്ന രീതിയിൽ കോൺഗ്രസിനകത്ത് ഔദ്യോഗികമായ ചർച്ചകൾക്ക് തുടക്കമാകുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം 12-ന് ചേരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചർച്ചയ്ക്കെത്തുക PV അൻവറിനെ UDF-ലേക്ക് പരിഗണിക്കണമോ എന്നത് തന്നെയാണ്. നിലവിൽ പ്രധാനപ്പെട്ട UDF-ന്റെ നേതാക്കളൊക്കെ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. PV അൻവറുമായി അനൗദ്യോഗികമായ ചർച്ചകൾ നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ UDF ചെയർമാനായ VD സതീശൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ മയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തി. PV അൻവറിനെ UDF-ലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തത ഉണ്ടായിരുന്നു, ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12-ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി വളരെ വിശദമായി ഈ കാര്യം ചർച്ച നടത്തും. പിന്നീട് അത് ഘടകകക്ഷി നേതാക്കളുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. സമിതി തീരുമാനിക്കാൻ കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ റോഷിപാൽ? അരുൺകുമാർ, സംശയമില്ല. ഇന്നലെ അറസ്റ്റ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ UDF-നകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് PV അൻവറിനെ UDF-ലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സഹകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഈ കാര്യത്തിൽ ഒരു അവ്യക്തത. കാരണം ഇവരൊക്കെ കാരണമായി ചൂണ്ടിക്കാണിച്ചത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന പരസ്യ പ്രസ്താവന നടത്തിയതാണ്. ആ കാര്യത്തിലാണ് കടുംപിടുത്തത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം എത്തിയത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ PV അൻവറിനെ UDF-നൊപ്പം ചേർത്ത് നിർത്തണമെന്ന അഭിപ്രായം ശക്തിപ്പെടുകയാണ് കോൺഗ്രസിനകത്ത്. അങ്ങനെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ കൂടിയായ VD സതീശൻ KPCC അധ്യക്ഷൻ K സുധാകരനുമായും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയുമായും അടക്കം ആശയവിനിമയം നടത്തി അടിയന്തരമായ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം KPCC അധ്യക്ഷൻ K സുധാകരൻ എടുത്തത് ഇങ്ങനെ ഒരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇനി വൈകിപ്പിക്കരുത്, അൻവറിനെ ചേർത്ത് നിർത്തണം എന്ന അഭിപ്രായം UDF-നകത്ത് ശക്തിപ്പെട്ടു എന്ന വിലയിരുത്തലാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചകൾ സജീവമായി ഈ കോൺഗ്രസിനകത്ത് UDF-നകത്ത് നടക്കുന്ന കാര്യം നമ്മൾ എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെടാൻ സാധ്യതയില്ല. മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിലാണത് സ്വാഭാവികമായും തടസ്സമാവുക. DMK എന്ന നിലയിലായിരിക്കില്ല. PV അൻവർ MLA ഒരു സ്വതന്ത്ര MLA ആയി UDF-ന്റെ പക്ഷത്തേക്ക് ചായും.